എന്ന് പറയുന്ന വാക്കിന് കാഫിറായി എന്ന് മാത്രമാണ് അർത്ഥമുള്ളത്. അത് പറയണം. കഫറ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കാഫിറായി എന്ന് മാത്രം, അല്ലെങ്കിൽ അല്ല, ആണെങ്കിൽ ആണ്. ദീർഘിപ്പിക്കരുത്, നമ്മൾ സമയം കളയരുത്. ഇത് ക്വിസ് പ്രോഗ്രാമാ. എത്ര മാർക്ക്? ആണെങ്കിലാണ്, അല്ലെങ്കിലല്ല. മറുപടി പറയണം. അത് വക്കീൽ ചോദിച്ചില്ലേ, മോട്ടിനി ക്ലാസ്സിനോട് ചോദിക്കാം, നീ നിന്റെ ഉമ്മ ഇപ്പോഴും അല്ലാറുണ്ടോ? രണ്ടും കൂടി യെസ് ഓർ പറയാൻ പാടില്ല. യെസ് എന്ന് പറഞ്ഞാലും നോ എന്ന് പറഞ്ഞാലും വക്കീലിന് വേണ്ടി കിട്ടി. കാര്യം വെച്ചാല് ഇല്ല എന്ന് പറഞ്ഞാല് ഇപ്പൊ തല്ലാറില്ല, മുമ്പ് തല്ലാറുണ്ട് എന്ന് കിട്ടി. ഉണ്ട് എന്ന് പറഞ്ഞാലോ ഇപ്പോഴും മുമ്പ് തല്ലാറുണ്ട് എന്ന് കിട്ടി. അങ്ങനെ വക്കീലിന്റെ ചോദ്യമൊന്നും വേണ്ട, ഇത് ക്വിസ് പ്രോഗ്രാം അല്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പൊ ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ എല്ലാ സംശയങ്ങളും ഇപ്പൊ പോയി. സ്കരിക്കാൻ പറ്റുമോ, പിന്നിട്ടാൻ പറ്റുമോ എന്നുള്ളത് പോയി. ഇനി കഫറ എന്ന വാക്കിന് എത്ര അർത്ഥങ്ങൾ മനസ്സിലായാൽ മതി. എത്ര അർത്ഥം എനിക്ക് വേണ്ടത്, ഏതാ വേണ്ടത്, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പോ സാധാരണ പറയുന്ന ഒരു വിശദീകരണം, ഈ കഫറ എന്ന് പറഞ്ഞാല് അഅജബൽ കുഫാർ എന്ന് ഖുർആനിലുണ്ട്. അഅജബൽ കുഫാർ എന്ന് പറഞ്ഞാൽ കൃഷിക്കാരനെ അത്ഭുതപ്പെടുത്തി. അപ്പൊ കുഫാർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കഫറ എന്ന് പറഞ്ഞാൽ കൃഷിക്കാരനെന്നും അർത്ഥമുണ്ട്. കാരണം അദ്ദേഹം വിത്തിനെ മുടി വെക്കുന്ന ആളാണ്, വിത്തിനെ മറച്ചു വെക്കുന്ന ആളാണ്. അത് മറച്ചു വെക്കുന്നവൻ എന്ന അർത്ഥത്തിൽ കൃഷിക്കാരനും കാഫിർ എന്ന് പ്രയോഗിക്കാം. ഇത് ആ പാവപ്പെട്ട ഉള്ളാളുകളെ കൈകരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ശരി, അങ്ങനെ അർത്ഥം വെച്ചോ. എന്താണ്? സിയമടവിനടുക്കെ ചെന്നു ആര്? ഉള്ളാൾത്തങ്ങൾ. ആ സമയത്ത് സിയമടവിനോട് ഉള്ളാൾത്തങ്ങൾ പിന്നെ സിയമടവിന് ഉള്ളാൾത്തങ്ങളോട് പറയാണ്, ഇന്നക്കാരൽ ഹക്ക്, നീ സത്യത്തിന്മേലാണ്, കഫറ, ഈ കൃഷിക്കാരനാണ്. എന്ത് വിഡിത്തായി പറയുന്നത്. ഈ കൃഷിക്കാരനാണ് ആണോ? ഇനി ആ കൃഷിക്കാരൻ എന്ന അർത്ഥമല്ലാത്ത ഏതെല്ലാം അർത്ഥമുണ്ടോ ആ അർത്ഥം മുഴുവൻ നിങ്ങൾ വെച്ചോ. ആ കൃഷിക്കാരൻ എന്ന അർത്ഥമല്ലാത്ത ഏതെല്ലാം അർത്ഥമുണ്ടോ ആ അർത്ഥം മുഴുവൻ കഫറക്ക് നിങ്ങൾ വെച്ചോളൂ. ആ വിഷയത്തിൽ നിങ്ങൾ എഴുതിയ പുസ്തകമൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ കഥയൊന്നും കഫറാത്തവരല്ല, ഇതൊക്കെ കണ്ടിട്ടാ വന്നത്. ഇത് മാത്രമല്ല, മുസ്ലിയാക്കന്മാർക്ക് നിന്ന് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ ചോദ്യം തിരിഞ്ഞ്. കാരണം എന്താ? മുജാഹിദിനെ കാഫറാക്കി, മുജാഹിദിനെ കാഫറാക്കി, മുജാഹിദിനെ കാഫറാക്കി എന്ന് പറയുമ്പോ കഫറക്ക് എത്ര അർത്ഥമുണ്ട്? കഫറക്ക് എത്ര അർത്ഥമുണ്ട്? ഇവിടെ മുജാഹിദ് ബാലിശയുടെ ക്ലിപ്പിട്ട് നടക്കുന്നുണ്ടല്ലോ. അവൻ പറയുന്നത് കഫറക്ക് എത്ര അർത്ഥമുണ്ട്, കഫറക്ക് എത്ര അർത്ഥമുണ്ട്. അപ്പൊ നിങ്ങൾ ഈ മുസ്ലിയാക്കന്മാരോട് ചോദിക്കേണ്ട ചോദ്യമാണിത്, എത്ര കഫറക്ക് എത്ര അർത്ഥമുണ്ട്, കഫറക്ക് എത്ര അർത്ഥമുണ്ട്? 100 അർത്ഥം ഉണ്ടെങ്കിലും ഈ കൃഷിക്കാരെന്ന അർത്ഥമല്ലാത്ത ഏതർത്ഥം വെച്ചാലും അത് ഈ കേസ് സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രശ്നം ഉണ്ടാക്കും. ഇനി അതുകൊണ്ട് അവസാനിക്കുന്നില്ല, അതുകൊണ്ട് അവസാനിക്കുന്നില്ല. നാട്ടിക എന്ന് ചോദിച്ച ചോദ്യം ഇവിടെ ബാക്കിയാണ്. നാട്ടിക ചോദിച്ച ചോദ്യം, ഇന്നക്കാരൽ ഹക്ക്, നീ സത്യത്തിന്മേലാണ് എന്ന് പറഞ്ഞ് അതിനോട് ചേർത്ത് കഫറ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതാ പറയേണ്ടത്. ഇന്നക്കാരൽ ഹക്ക്, നീ സത്യത്തിന്മേലാണ്, എന്നിട്ടാണ് കഫറ എന്ന് പറഞ്ഞത്. അപ്പോൾ ഹക്കിനോട് ചേർന്ന് വരുന്ന ആ കാഫിർ, അതിന്റെ ലിദ്ദായി വരുന്ന ആ കുഫ്ർ ഈക്കത്തുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ മൂപ്പര് വലിയ ചോദിക്കണം പറയുമ്പോ ഈ കാണുന്നവർ വിചാരിക്കും ഇപ്പൊ വലിയ ചോദ്യം വരുന്ന, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നിങ്ങൾ 100 ചോദ്യം ചോദിച്ചാലും ഇതൊക്കെ ഈ രൂപത്തിലുള്ള ചോദ്യം തന്നെയാണ്. ഇനി അവസാനം തന്നെ ഇപ്പൊ നമ്മളിപ്പോ തീർക്കാൻ പോകണല്ലോ. അപ്പൊ ഇനിയിപ്പോ നാളെ മുജാഹിദിന് മറുപടി ഇപ്പൊ ഇവിടുന്ന് പറയുന്നത് കൂടിപ്പോയി, മറുപടി കൂടിപ്പോകുന്നു, സമയം കൂടിപ്പോകുന്നു എന്ന് പറയും. നാളെ വരെ പറയും മുജാഹിദിന് മറുപടി വന്നിട്ടില്ല, മുജാഹിദിന് മറുപടി വന്നിട്ടില്ല, മുജാഹിദിന് മറുപടി കഴിഞ്ഞിട്ടില്ല എന്ന് പറയാൻ ശ്രമിക്കും. ഏതായിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇവിടെ സംഗതി വളരെ വ്യക്തമാണ്, ലളിതമാണ്. കഫറ എന്ന വാക്കിന് ഈ കൃഷിക്കാരൻ എന്ന അർത്ഥം അതേതായാലും ഈക്കെ സംബന്ധിച്ച് പറയാൻ ഈക്കെ കൃഷിക്കാരൻ ആണ് എന്ന് തെളിയിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അതല്ലാത്ത ഏതർത്ഥമാണെങ്കിലും ഇവിടെ ആ ഈക്കെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്, ഉള്ളാൾ തങ്ങൾ പറഞ്ഞത് ശരിയായില്ല എന്നാണ് ഈക്കെക്കാർ തന്നെ വിശദീകരിക്കുന്നത്.